ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അന്തസത്ത കളഞ്ഞു കുളിക്കുന്ന തരത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേടും തെരഞ്ഞെടുപ്പിൽ അട്ടിമറിയും നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ കൊളുത്തിയെത്തി കേരളത്തിലും ആളിപ്പടരുമ്പോൾ പൊതുരെ തല്ലുവാങ്ങി കൂട്ടുന്ന ഗതികേടിലാണ് പിണറായി പോലീസ്. അത്തരത്തിൽ മാറിയിരിക്കുകയാണ്. അതും രാഹുൽ ഗാന്ധി കേരളത്തിൽ എത്തിയ അതേ ദിവസം തന്നെ. ഉമ്മൻചാണ്ടിയുടെ 2ാം അനുസ്മരണത്തിന് പുതുപ്പള്ളിയിൽ രാഹുൽ ഗാന്ധി എത്തുമ്പോഴാണ് കോഴിക്കോട് UDF പ്രവർത്തകർ നടത്തിയ വോട്ടർ പട്ടിക ചോർന്നതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം നടന്നത്. എന്നാൽ ഈ പ്രതിഷേധത്തിലേക്ക് പോലീസ് ലാത്തിയുമായി എത്തിയപ്പോൾ സംഗതി കളി ആകെ മാറി. ആ രംഗങ്ങൾ ഒന്ന് കാണാം. ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തു കൂട്ടുന്ന തമ്മാടിത്തരങ്ങൾക്കെതിരെ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശബ്ദങ്ങൾ ഉയർത്തിയത് ചെറുതായിട്ടൊന്നുമല്ല. അപ്പോഴൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിന് നേരെ തിരിയുകയാണ് ചെയ്തത്. ഒടുക്കം സുപ്രീം കോടതി വരെ പോവേണ്ടി വന്നു രാഹുൽ ഗാന്ധിക്ക്. അതിനിടയിലാണ് കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം, തിരുവള്ളൂർ, നാദാപുരം ഗ്രാമപഞ്ചായത്തുകളിൽ വോട്ടർ പട്ടിക ചോർന്നത്. അതുകൊണ്ടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ചൂണ്ടിക്കാട്ടി ഈ പ്രതിഷേധ സമരം അരങ്ങേറിയത്.